IAS കേഡർ പോസ്റ്റുകളിൽ ആ കേഡർ സ്വഭാവം കൃത്യമായി പാലിക്കണമെന്നുള്ള കേറ്റിൻ്റെ ഏറ്റവും സുപ്രധാനമായ വിധി വന്ന ദിവസമാണ്. ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം നടത്തിയ ഒരാൾ ബി അശോക് IAS ആണ്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഒരുപക്ഷെ ഏറ്റവും ദീർഘകാലം നീണ്ട നിയമ പോരാട്ടത്തിൽ ഒരു വിജയം ഉണ്ടായിരിക്കുന്നു. എങ്ങനെ കാണുന്നു വിധിയെ? അല്ല, ഈ വിധി പ്രതീക്ഷിച്ചത് തന്നെയാണ്. കാരണം നമ്മുടെ ഹർജിയിൽ ആകെ പറഞ്ഞത് IAS കേഡറിനെ ഇന്ത്യ മുഴുവൻ നിയന്ത്രിക്കുന്ന ഓൾ ഇന്ത്യ സർവീസ് ആക്ടിന്റെ കീഴിലുള്ള ചട്ടങ്ങൾ പാലിച്ചേ ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും മാറ്റം ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അത് പരിശോധിക്കുന്ന ഒരു കോടതിക്കും ചട്ടം പാലിക്കേണ്ടെന്ന് പറയാൻ സാധിക്കില്ല. സർക്കാർ സ്ട്രെനുവസ് ആയിട്ട് ഞങ്ങൾക്ക് അങ്ങനെ വാദിക്കാൻ സാധിക്കുകയില്ല, അസോസിയേഷന് കേസ് നടത്താൻ സാധിക്കുകയില്ല, ചട്ടം ഞങ്ങൾക്ക് പാലിക്കാൻ സാധിക്കുകയില്ല, ഇങ്ങനെയുള്ള വാദങ്ങളാണ് ഏറ്റവും ഉയർന്ന തലത്തിൽ തന്നെ ഉന്നയിച്ചത്. അതെല്ലാം തന്നെ വിശദമായിട്ട് കേട്ട് 112 പേജുള്ള ജഡ്ജ്മെൻറ്റിൽ കോടതി നിരാകരിച്ചു. ഞങ്ങളുടെ ഹർജി അനുവദിച്ചു. IAS കേഡറിന് ഇയർമാർക്ക് ചെയ്ത പോസ്റ്റുകളിൽ സേവനമനുഷ്ഠിക്കുന്ന യോഗ്യതയില്ലാത്ത വിരമിച്ച ആളുകളെയും അല്ലാത്തവരെയും നീക്കം ചെയ്യാൻ ഉത്തരവിട്ടു. അവർക്ക് ഇന്ന് പദവി നഷ്ടപ്പെട്ടു. ആ നിലയിലേക്കാണ് എത്തിയിരിക്കുന്ന കാര്യം. പദവി നഷ്ടപ്പെട്ട ആളുകളിൽ ഇപ്പോൾ നമ്മൾ കേഡർ സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ എക്സൈസ് കമ്മീഷൻ അടക്കമുള്ളവർക്ക് സ്ഥാനം പോകും എന്നാണ്. ഇപ്പോൾ എക്സൈസ് കമ്മീഷണർ അല്ല, അദ്ദേഹത്തിന് CIT നീക്കിയിരിക്കുകയാണ്. അപ്പം താങ്കളുടെ സമീപകാലത്തെ 3 ട്രാൻസ്ഫറുകളും അതിൻ്റെയും കാര്യത്തിൽ ചട്ടം ലംഘിച്ച് ചെയ്തതുകൊണ്ട് അത് 3 ജനുവരിക്ക് ശേഷം എന്നെ ട്രാൻസ്ഫർ ചെയ്ത്, അപ്പോൾ ഞാൻ കേസ് നടത്താൻ പോയെങ്കിൽ എന്നെ ട്രാൻസ്ഫർ ചെയ്തേക്കാൻ തീരുമാനിച്ചു. അതേ ചട്ടം ലംഘിച്ചുകൊണ്ട് ചട്ടം ഞങ്ങൾ ലംഘിക്കും എന്ന് കാണിക്കാൻ വേണ്ടി പെറ്റീഷനെ തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ തീരുമാനിച്ചു. അത് 3 സ്വാഭാവികമായിട്ട് റദ്ദ് ചെയ്തു. ഒക്കെ കോടതി നിയമവ്യവസ്ഥയോടുള്ള ഒരു വെല്ലുവിളി എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ നിയമ പോരാട്ടം സർക്കാർ ഉത്തരവുകൾക്കെതിരെ പ്രത്യേകിച്ച് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരാൾ കൂടിയാണ് താങ്കൾ. അപ്പോൾ ഇതൊരു വ്യക്തിപരമായ ഒരു സന്തോഷം കൂടിയാണ്. അല്ലേ, നമ്മൾ വളരെ ലളിതമായൊരു കാര്യമേ പറയുന്നുള്ളൂ. IASനെ റേസ് ചെയ്തിരിക്കുന്നത് പാർലമെൻറ്റ് പാസ്സാക്കിയ ആക്ടിലും പാർലമെൻറ്റ് അംഗീകരിച്ചു കൊടുത്ത ചട്ടങ്ങളിലുമാണ്. ആ ചട്ടങ്ങൾ ഏതെങ്കിലും ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനോ സംസ്ഥാന ഗവൺമെൻറ്റിലെ ഉദ്യോഗസ്ഥനോ തോന്നുമ്പടി അതിന് മീത് റൈഡ് ചെയ്യാനൊക്കില്ല. മിനിമം തോതിൽ പാലിച്ചു പോകണം, അത്രയേ ഉള്ളൂ. അർഹതയില്ലാത്ത ഒരാളിനെ ആ കേഡർ പോസ്റ്റിലോട്ട് വയ്ക്കാന്ന് പറഞ്ഞാൽ PSC ടെസ്റ്റ് എഴുതാത്ത ഒരാളിനെ സ്റ്റേറ്റ് സർവീസിൽ നിയമനം കൊടുക്കുന്ന പോലെയാണ്. നമ്മൾ ഒരു സ്വകാര്യ ഇൻഡിവിജ്വലിനെ വിളിച്ചുകൊണ്ട് വന്ന് ഒരു ADM ആയിട്ടോ ഒരു DYSP ആയിട്ടോ നിയമിക്കുന്നതിന് തത്തുല്യമായ കാര്യമാണ് ഈ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ സർവീസിൽ നിന്ന് സൂപ്പറാനുവേറ്റ് ചെയ്ത ഒരാളിനെ വിളിച്ചുകൊണ്ട് വന്ന് പിറ്റേന്ന് ഒരു സ്റ്റേറ്റ് സർവീസിൽ ഒരു SP ആയിട്ട് വയ്ക്കുന്നു. അതിന് തത്തുല്യമായ കാര്യമാണ്. പക്ഷേ ഇത് ഗൗരവമായിട്ട് ആരും കാണുന്നില്ല. ഇതിലൊരു മറ്റൊരു ദൂരവ്യാപകമായ ഒരു അനുകൂല കാരണം കൂടിയുണ്ട്. പ്രത്യേകിച്ച് സർവീസിലിരിക്കുന്ന ഘട്ടത്തിൽ നിയമം നോക്കി സർക്കാരിന് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്നവർക്ക് വിരമിച്ച ശേഷവും ചില നിയമനങ്ങൾ നൽകുന്നു എന്നുള്ള ഒരു ആരോപണങ്ങൾ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വിരമിച്ച അതിന് സംശയം എന്താ ഉള്ളത്? സർക്കാരിന് ഡിസ്ക്രിഷണറി ആയ താല്പര്യമില്ലാത്ത ഉദ്യോഗസ്ഥർക്ക് വിരമിച്ചതിന് ശേഷം പുനർനിയമനം കൊടുക്കുമോ? ചട്ടം നോക്കി നിയമം നോക്കി പ്രവർത്തിച്ച ആളിന് ആയിരിക്കുമോ കൊടുക്കുക? അതോ സർക്കാരിൻ്റെ വ്യക്തിഗത താല്പര്യമുള്ള ആളിന്? എല്ലാ വിരമിച്ചവർക്കും കൊടുക്കുന്നില്ലല്ലോ. ഇനി വിരമിച്ചവരെ തന്നെ അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് അർഹതയുള്ള പോസ്റ്റുണ്ട്. കമ്പനികളിലെ ചെയർമാൻമാർ അതൊക്കെ 70 വരെയൊക്കെ ഹോൾഡ് ചെയ്യാവുന്ന പോസ്റ്റാണ്. യോഗ്യത ഉള്ളിടത്ത് നിയമിക്കുന്നതിൽ നമ്മൾ തർക്കമില്ല. പക്ഷേ അവരെ സർവീസിന് ഇയർമാർക്ക് ചെയ്തിരിക്കുന്ന പോസ്റ്റിൽ കൊണ്ടുവന്ന് നിയമിക്കുമ്പോൾ അത് സർവീസിലുള്ള ഒരാളുടെ അവകാശത്തിന് പുറത്താണ് കയറിയിരിക്കുന്നത്. താഴോട്ട് പ്രൊമോഷൻസ് കിട്ടാനുള്ള സാധ്യതയാണ് അത് ബാധിക്കുന്നത്. അത് ചെയ്തുകൂടാത്തതാണ്. അത് ഒരു സർവീസിന് ടോളറേറ്റ് ചെയ്യില്ല. IMG ഡയറക്ടർ സ്ഥാനം KJ കുമാർ IAS കുറച്ച് ദീർഘകാലം ഹോൾഡ് ചെയ്തിരുന്ന ആ പോസ്റ്റ് വരുന്ന 74 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അടുത്ത കാലത്ത് പറഞ്ഞായിരുന്നു ഒരു 90 വരെയെങ്കിലും അനുവദിക്കണം. 90 വരെ അനുവദിക്കണം. എന്താ കുഴപ്പം? 60 വയസ്സിൽ വിരമിച്ചു, ഇപ്പോൾ 74. അപ്പോഴും അദ്ദേഹം ഗവൺമെൻറ്റിൻ്റെ IAS ഓഫീസറുടെ സെർവിങ് പോസ്റ്റ് ഇരിക്കുകയായിരുന്നു. അതിനെപ്പറ്റി കോടതി വിശദമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ആ നിയമനം തരപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ പോസ്റ്റിൻ്റെ പേര് തന്നെ മാറ്റി. ഡയറക്ടർ ജനറൽ IMG എന്നുള്ള IAS കേഡറിലെ സെക്രട്ടറി തലത്തിൽ നിയമിക്കേണ്ട പോസ്റ്റിൽ ജനറൽ എന്നുള്ളതങ്ങ് വിട്ടിട്ട് ഡയറക്ടർ എന്ന് മാത്രം എടുത്തുകൊണ്ട് 10-12 വർഷം മുമ്പ് വിരമിച്ച ഒരാളിനെ നിയമിച്ചു. ഈ താങ്കൾ നടത്തിയ കേസുകൾ IAS അസോസിയേഷൻ എന്ന ചുമതല കൂടി ഉന്നയിച്ചുകൊണ്ടാണ്, ആ പോസ്റ്റിൽ ഇരുന്നു കൊണ്ടുകൂടിയാണ്. സ്വാഭാവികമായി ആ സമയത്ത് അത്തരം കേസുകൾ നടത്തുമ്പോൾ സർക്കാരിനെതിരാണ് പ്രതിഭാഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വാദിക്കുന്ന സർക്കാരിനെതിരാണ്. അപ്പോൾ ആ സർക്കാരിനെതിരെ കേസ് നടത്തുമ്പോൾ നേരിടേണ്ടി വന്ന ഒരു അനുഭവങ്ങൾ? പീഡിപ്പിക്കാവുന്ന എല്ലാ രീതിയിലും ഉപദ്രവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ സ്വാഭാവികമായിട്ട് നിയമപരമായ മാർഗത്തിലൂടെ അതുകൊണ്ട് ഒരുപാട് നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് കിട്ടേണ്ടിയിരുന്ന പല ഹയർ പോസ്റ്റുകളും ഇല്ലാതെയാക്കി, പ്രതികൂല റിപ്പോർട്ടുകൾ എൻ്റർ ചെയ്തു, കള്ള റിപ്പോർട്ടുകൾ എഴുതി അയച്ചു, വിജിലൻസ് അന്വേഷണം എന്നുള്ള പേരിൽ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൂട്ടി, ഒന്നും കണ്ടെത്തിയില്ല. അങ്ങനെ വന്നപ്പോൾ പിന്നെ പ്രതികൂലമായിട്ട് സ്ഥലം മാറ്റി. എൻ്റെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിൽ ഞാനൊരു ഒരു വഴക്കാളിയാണെന്ന് എഴുതി ചേർത്തു. ഇതെല്ലാം ചെയ്തു നോക്കി. പക്ഷേ വ്യവഹാരത്തിൽ നിന്ന് പിന്മാകുന്ന പ്രശ്നമില്ല. ഞാൻ അന്നേ പറഞ്ഞൊരു കാര്യമുണ്ട്, സർവീസ് വിട്ട് പോകേണ്ടി വന്നാലും ശരി,
ഇത് ഇവിടെ നിർത്തി പോകേണ്ടി വന്നാലും ശരി, ഈ പ്രാക്ടീസ് ടു അബ്യൂസ് ദ സർവീസ് അത് അവസാനിപ്പിക്കാൻ എന്നാലാവുന്ന മൊത്തം ചെയ്യും. അത് ആ ഒരു പോയിന്റിൽ അസോസിയേഷൻ ഫേം ആൻഡ് കമ്മിറ്റഡ് ആയിരുന്നു. അതുകൊണ്ടാണ് വളരെ വിശദമായ വിധി ഇന്ന് CAT പുറപ്പെടുവിക്കുന്നതിലേക്ക് എത്തിയത്. ഈ പൂർണ്ണ പിന്തുണ അസോസിയേഷന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു? 100%. എല്ലാ അംഗങ്ങളും കൂടി തന്നെയാണ് കേസ് നടത്തിയത്. ഞാനൊരു പങ്ക് വഹിച്ചു എന്നുള്ളതേ ഉള്ളൂ. അസോസിയേഷൻ തന്നെയാണ് ചെലവിൻ്റെ ഭാഗവും കേസ് നടത്തുന്നതിനുള്ള കാര്യങ്ങളും എല്ലാം തന്നെ എടുത്ത് എല്ലാവരും കൂടി ചേർന്നിട്ട് തന്നെ. ഒരാൾ ചാവേറാകണമല്ലോ അല്ലേ? അല്ല, ഇതിൽ ചാവേറിൻ്റെ പ്രശ്നങ്ങളില്ല. പക്ഷേ ഒരു പെറ്റീഷൻ ഇല്ലാതെ നമുക്ക് ഈ കാര്യം ഉന്നയിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ കാര്യത്തിൽ അതിൻ്റെ ഭാഗമായതിൽ സന്തോഷമുണ്ട്. ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന വിധിയാണ്. മാത്രമല്ല, ഇതിൻ്റെ ഇൻ്ററിം ഓർഡർ പുറത്തു വന്നപ്പോൾ തന്നെ മറ്റ് സ്റ്റേറ്റുകളിൽ ഇതേ വിഷയമുണ്ട്. ഇതേ പ്രശ്നം ഉള്ള സംസ്ഥാനങ്ങൾ നമ്മുടെ ഇൻ്ററിം ഓർഡർ എടുത്തുകൊണ്ട് പോയാണ് അവിടെ എല്ലാ അനുകൂല വിധി നേടാനായിട്ട് തുടങ്ങി. ഇന്നിപ്പോൾ സെൻട്രൽ IAS അസോസിയേഷൻ്റെ ആൾക്കാർ വിളിച്ചിരുന്നു. ഇത് അങ്ങേയറ്റം ഗുണകരമായി, ശ്ലാഘനീയമായി എല്ലാ സ്റ്റേറ്റിലും നടപ്പിലാക്കേണ്ടതാണെന്ന് അവർ പറയുകയും ചെയ്തു. കേസിന്റെ വിധി സ്വാഭാവികമായി മറ്റ് സംസ്ഥാനങ്ങൾ കൂടി ബാധകമായി വരാം. ഇപ്പോൾ ഇതാണ് റീനിങ് ജഡ്ജ്മെന്റ്. ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് 2 അപ്പീൽസ് എല്ലാ പാർട്ടിക്കും ഉണ്ട്. കേസ് വന്നതിന് ശേഷമാണോ അനധികൃതമായ 3 ട്രാൻസ്ഫറുകൾ വന്നത്? ഞാൻ പറയാം, ആ ട്രാൻസ്ഫേഴ്സ് ചട്ടവിരുദ്ധമായിരുന്നു. അത് ഇപ്പം ഞാൻ തമാശയായിട്ട് പറയാറുണ്ട്, ഇയാൾക്കാണ് ചട്ടം പാലിക്കണമെന്ന് പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇയാളെ തന്നെ ചട്ടം വിരുദ്ധി അങ്ങ് മാറ്റി നോക്കാം തീരുമാനിച്ചു. അപ്പോൾ അത് നന്നായി. കാരണം ദാറ്റ് ഈസ് എ ഗുഡ് ടെസ്റ്റ്. അപ്പോൾ അതിലവർ വാദിച്ച ഒരു കാര്യം, 2 വർഷം ഒരു പോസ്റ്റ് പൂർത്തിയാക്കിയ ആളിനെ മാറ്റുന്നതിന് ഞങ്ങൾ ഈ ചട്ടത്തിൽ പറയുന്ന പ്രൊസീജിയർ അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അത് വിശദമായിട്ട് കോടതി പരിശോധിച്ചിട്ട് എല്ലാ ട്രാൻസ്ഫേഴ്സും പോസ്റ്റിങ്സും ഈ ചട്ടത്തിൽ പറയുന്ന പ്രക്രിയ പാലിക്കാതെ ചെയ്യാൻ സാധിക്കില്ല എന്ന് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധിയായിട്ട് വിചാരിക്കുന്നു. നിലവിൽ ഈ സ്വാഭാവികമായും ഇതോടുകൂടി ഇപ്പോൾ ഈ കേഡർ പോസ്റ്റുകളിൽ അനധികൃതമായിരിക്കുന്നവർ മാറുന്നതിനൊപ്പം ഇനി ഒരു പോസ്റ്റ് സ്വാഭാവികമായി അത്ര നിയമിക്കാനും കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. വാൺ ചെയ്തിട്ടുണ്ട്. കണ്ടംപ്റ്റ്, ഞങ്ങളുടെ കണ്ടംപ്റ്റ് പെറ്റീഷൻസിൽ പാരഗ്രാഫ് 93 അതിൽ പറയുന്നുണ്ട്, കണ്ടംപ്റ്റ് പെറ്റീഷൻസ് ഇപ്പോൾ ക്ലോസ് ചെയ്യാണ്. പക്ഷേ വി ആർ സേയിങ് ദാറ്റ് ചട്ടം അനുസരിച്ച് മാത്രമേ ഭാവിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വിധി ലംഘിച്ചിനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ നിയമപരമായ പ്രത്യാഘാതങ്ങളുണ്ടാവും. എന്തായാലും വ്യക്തമാണ്. എന്തായാലും 3 വർഷം നീണ്ട നിയമ പോരാട്ടമാണ് ഒടുവിൽ ഏറ്റവും സുപ്രധാനമായ ഒരു വിധിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഷൈജു ചൗധരിക്ക്, ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.